എന്നാ ഒരു കുളിരായിരിക്കും എന്നറിയോ? ഭയങ്കര കുളിരായിരിക്കും. ഇത് കുളിരുകാലം ആയതുകൊണ്ടുള്ള കുളിരല്ല. ഇത് എനിക്ക് മെസ്സഞ്ചറിൽ വരുന്ന ചില വാക്കുകൾ, ചില പ്രേമാഭ്യർത്ഥനകൾ കാണുമ്പോൾ കുളിര് കോരുന്നയാ. ഭയങ്കര കുളിരാ. രോമാഞ്ചം, രോമാഞ്ചം, ഭയങ്കര രോമാഞ്ചം. എന്താ സത്യം പറഞ്ഞാ എന്റെ മനസ്സെന്തെങ്കിലും തകർന്ന് തരിപ്പണാവോന്ന് പേടിച്ചാണ് ഞാൻ ഇരിക്കുന്നത്. എന്താന്നറിയോ? ഞാൻ ഇത്രയ്ക്ക് നല്ല വാക്കുകൾ കേട്ടിട്ടില്ല, അനുഭവിച്ചിട്ടില്ല. എനിക്കൊരു ലവറുണ്ടായിരുന്നു. 14 വയസ്സിലുള്ള ലവർ. അത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡും ഉണ്ട്. 14 വയസ്സുള്ള അവൻ പോയി. അവൻ ബ്രേക്കപ്പായി. ഹസ്ബൻഡും ഉണ്ട്. പക്ഷെ ഇവര് 2 പേരും ഇത്രയും നല്ല പ്രേമ വാക്കുകൾ എന്നോട് പറഞ്ഞിട്ടില്ല. അതാണെനിക്ക് സങ്കടം. എന്തോരം പ്രേമ വാക്കുകൾ പറയാനുള്ള ആൾക്കാരാണ് ഇവിടുള്ളത്. അത് ഓരോ വാക്കുകൾ കേൾക്കുമ്പം നമ്മൾ തരിച്ചു പോവും. നമ്മുടെ മൈൻഡൊക്കെ ഇങ്ങനെ ചേഞ്ചാവും. ചേഞ്ചായിട്ട് ദൈവമേ തിരിച്ച് പ്രേമിച്ചാലോ എന്ന് തോന്നും. സത്യമായിട്ട് തോന്നും. സീരിയസ് ആയിട്ട് തോന്നും. പക്ഷേ പ്രേമിക്കരുത്. ലൈഫ് അടിച്ചു പോകും. അവൻ നമ്മളോട് ഒരു കൊതുക് എന്നെ ഇങ്ങനെ വട്ടം ചുറ്റി എൻ്റെ കോൺസെൻട്രേഷൻ നശിപ്പിക്കുന്നു. ഇതേപോലെ എൻ്റെ കോൺസെൻട്രേഷൻ പ്രേമിച്ച് നശിപ്പിക്കാൻ വരുന്നത്. ബാക്കി കഥ പറയാം, മറന്നുപോലെങ്കിൽ ഞാൻ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചുറ്റി വരും. ഇതിനെ ഞാനിന്ന് കൊല്ലും. എൻ്റെ മുഖത്ത് വന്ന് കടിക്കുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പ്രേമിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാർ വരും. എനിക്ക് 4 വർഷത്തിൻ്റെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ഞാൻ 2023 ഈ സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യുന്നത്. എല്ലാം യൂസ് ചെയ്യും. ഇൻസ്റ്റയിലും എല്ലാം വന്നപ്പോൾ മുതൽ ഞാൻ യൂസ് ചെയ്യും. പക്ഷേ നമ്മുടേതായിട്ട് ഒരു ഐഡി, നമ്മുടെ ഫേസ് പബ്ലിക്കിലോട്ട് കാണിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അതുവരെ ഇരുന്ന് എല്ലാം കാണും. യൂട്യൂബ് മറ്റുള്ള കാര്യങ്ങളും എല്ലാത്തിനും ഐഡിയ ഒക്കെ ഉണ്ടാവത്തില്ലേ നമുക്ക്. അപ്പം നമ്മുടെ മനസ്സ് തകർത്ത് കളയും. അവരുടെ ഒരു വാക്കുകൾ നമ്മുടെ ശരീരം മുഴുവനും കോരിത്തരിപ്പിക്കും. കാരണം നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മൾ കഴിക്കാത്തതല്ലെങ്കിൽ നമുക്ക് കിട്ടാത്ത ഒരു സാധനം കാണുമ്പോൾ നമ്മൾ എടുത്ത് കുതിക്കും അതിനകത്തോട്ട്. എന്ത് സാധനമായാലും അത് ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്, സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. പിന്നെ എന്ത് ചെയ്താലും ഞങ്ങളുടെ ഒന്നും മനസ്സ് അങ്ങനെ കുതിക്കാറില്ല എന്ന് പറയുന്നവരുടെ മനസ്സ് ഒരു നല്ല ഒരു മനസ്സായിരിക്കത്തില്ല. ഒരു പാറക്കല്ലായിരിക്കും, പാറക്കല്ല്. അപ്പം ഞാനിതെന്താണ് പറയാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചുറ്റി നിൽക്കുവാണ് ആൾക്കാർ. ചുറ്റി നിൽക്കുക. നിന്നിട്ട് നമ്മൾ ഏത് കാര്യത്തിലാണ് വീക്ക് എന്ന് നോക്കും. വീക്കല്ല, നമ്മുടെ ആ ഒരു ക്യാരക്ടറൊക്കെ വെച്ചിട്ട് നമ്മളോട് വന്നിങ്ങനെ സംസാരിക്കാനായിട്ട് ശ്രമിച്ചിട്ട് കുറച്ച് ഞാനൊക്കെ തിരിച്ചങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങുമ്പോഴേ എനിക്ക് അവർക്ക് മനസ്സിലാവും, ഇത് തിരിച്ച് സംസാരിക്കുന്ന ആളാണല്ലോ, അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാം. ഇങ്ങനത്തുള്ള ഒരു ഇതിൽ തുടങ്ങി. പിന്നെ ഓരോ കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ചോദിച്ച് നമ്മുടെ മൈൻഡ് ഇങ്ങനെ മാറ്റിക്കൊണ്ടുവരും. ഒരു കാരണവശാലും തള്ളിരിതരാകരുതേ, ജീവിതം ഒരു വഴിയിലൂടെ ഇങ്ങനെ ചക്ക് നടന്നു പോകും. നടന്നു പോയി അങ്ങോട്ട് നടന്ന് ആ ചച്ചിട്ട് അങ്ങോട്ട് പോകും. അപ്പം നമ്മൾ ഈ പ്രേമം ഇങ്ങനെ നമ്മുടെ മേലോട്ട് നമ്മുടെ ശരീരം മുഴുവൻ കോരി ഒഴിച്ച് ഇങ്ങനെ തരുന്ന ഒരാളുണ്ടല്ലോ. അത് ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള രീതിയിലല്ല. വാക്കുകളിൽ കൂടി നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും ഉത്തേജിപ്പിച്ച് മാറ്റി നമ്മൾ ആ രീതിയിലേക്ക്, അയ്യോ ഇതൊരു സ്വർഗ്ഗമാണേ, ഈ സ്വർഗം വിട്ട് എനിക്കിനി എങ്ങോട്ടും പോണ്ടേ എന്ന് നമ്മുടെ മൈൻഡിനെ മാറ്റും, ശരീരത്തിനെ മാറ്റും. അങ്ങനെ മാറ്റിയിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് ലോകത്തിലെ ഏറ്റവും വലിയ വേദന അനുഭവിച്ച് നമ്മൾ കൊണ്ടുവന്ന് നമ്മുടെ കുട്ടികളെയും കളയിപ്പിച്ച്, നമ്മുടെ ഭർത്താവിനെയും കളയിപ്പിച്ച്, നമ്മുടെ നാട്ടുകാരെയും വീട്ടുകാരെയും എല്ലാവരെയും ഉപേക്ഷിച്ച് വരുന്ന പ്രേമ ആത്മാവ്, പ്രണയ അഭ്യർത്ഥനക്കാരൻ നമ്മളെ കൂട്ടിയിട്ട് പോയി கொஞ்ச നാൾ കഴിയുമ്പം പ്രേമത്തിൻ്റെ നല്ല കണികകളെല്ലാം ഉറ്റ് വീഴും. എന്നിട്ട് വറ്റി പോകും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ റോഡിലൂടെ ഇങ്ങനെ നമ്മൾ ചക്ക് എന്ന് നടന്ന് പോകേണ്ട ഒരു രീതിയിലേക്ക് നമ്മളെ മാറ്റിക്കളയും. അങ്ങനെ മാറ്റണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനകത്തൊന്നും പോയി വീഴരുത്. നമ്മളെ അങ്ങ് പ്രേമം കൊണ്ട് നിറച്ച് നമ്മൾ വരിഞ്ഞ് മുറുകി, ഞാൻ ചില വാക്കുകൾ ചില ഡയലോഗൊക്കെ റിപ്പീറ്റ് അടിച്ചിരുന്ന് കേൾക്കും.
എനിക്ക് തന്നെ തളിരിത ഉണ്ടാവും. തളിരിതമാണ്. രോമാഞ്ചം ഉണ്ടാവും. ഞാൻ അതന്നെ കേൾക്കും. എന്തൊരു സുഖമാ കേൾക്കാൻ. കേട്ടിട്ട് തിരിച്ചങ്ങോട്ട് പോയിട്ട് കേൾക്കുമ്പോൾ ഞാൻ നല്ല നിർവൃതിയടയും. ഓ എന്ത് നല്ല വാക്ക്, എന്ത് സൂപ്പറാണേ, ഞാനിത് കേട്ടിട്ടില്ലല്ലോ എന്നൊക്കെ. എന്നിട്ട് തിരിച്ചു പോയിട്ട് അങ്ങോട്ട് ചെന്നിട്ട് എടാ പാ പൂ കാ താ മാ കാ ഥൂ എന്ന് പറയും ചീത്ത. സമാധാനമായി. അതോടുകൂടി അവിടെ സ്റ്റോപ്പായിടും. പെണ്ണും പുള്ളയ്ക്ക് ഭ്രാന്താന്നും പറഞ്ഞിട്ട് ഒറ്റ പോക്കങ്ങ് ഉയ്ക്കും. അങ്ങനാണ്. നമ്മൾ പ്രേമമില്ലാത്തവരോ സ്നേഹമില്ലാത്തതോ എന്തുവാ വികാരങ്ങളില്ലാത്തവരോ ഇല്ല. എല്ലാമുണ്ട്. അത് എവിടെ, എപ്പം, എങ്ങനെ യൂസ് ചെയ്യുന്നോ അതായിരിക്കും നമ്മുടെ ജീവിതം. അതനുസരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. സൂയിസൈഡ് ഇല്ല. പിന്നെ ഈ പുതിയ പെൺകുട്ടികൾ, ആൺകുട്ടികളും പ്രേമിക്കുന്നവരെ കുറിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് നീ പറയാനുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പ്രേമിച്ചു. എത്ര വേണോലും പ്രേമിച്ചു. ഒത്തിരി പേരെ പ്രേമിക്കുന്നതല്ല. ഒരു 2 പേരും കൂടെ പ്രേമിക്കത്തില്ലേ? 2 ഒരു ആണും ഒരു പെണ്ണും. അപ്പോൾ അവർ പ്രേമിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 2 പേർക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ നല്ലായിട്ട് പറഞ്ഞ് മനസ്സിലാക്കണം. എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് ഇങ്ങനത്തുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി പൂർണ്ണമായിട്ട് ബോധ്യം വരുത്തി പിരിഞ്ഞാലേ. അല്ലെങ്കിൽ ഞാൻ വേറെയാളെ അധികവും പിരിയുന്നത് വേറൊരു പെണ്ണെ കാണുമ്പോൾ അല്ലെങ്കിൽ വേറൊരു ആണിനെ കാണുമ്പോഴോ അങ്ങോട്ട് പോകുന്നതാണ്. അതും പറഞ്ഞ് മനസ്സിലാക്കിയത്. നല്ല ബുദ്ധിയുള്ളവളാണെങ്കിൽ എൻ്റെ കൂടെ ഇരുന്നിട്ട് വേറൊരുത്തൻ്റെ കൂടെ പോകുന്ന ഒരുത്തിയോ അല്ലെങ്കിൽ ഒരുത്തനെയോ എനിക്ക് ആവശ്യമുള്ളതുകൊണ്ട് അവരങ്ങ് പോകും. സൂയിസൈഡ് ചെയ്യാതെ. കാരണം കാരണം വളരെയധികം കഷ്ടപ്പെട്ട് ഒരു കുഞ്ഞിനെ പ്രസവിച്ച് ഉണ്ടാക്കി പ്രസവിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാൻ എത്ര പാടാന്ന് നിങ്ങൾക്കറിയോ? നിങ്ങൾ ഓടിപ്പോയി അങ്ങോട്ട് ചാവും. എന്നിട്ട് ഞങ്ങളൊക്കെ നെഞ്ചത്ത് കിടന്ന് അടിച്ചടിച്ച് കരയണം. അതുകൊണ്ട് വലിയ ഒരു പ്രേമം ഒന്നും ഇല്ല. അതെല്ലാം ഒരു നിമിഷത്തുക്കുള്ള അലിഞ്ഞു പോന്ന ചുമ്മാതൊരു സാധനത്തിന് വേണ്ടി. എന്തുവാ പ്രേമമില്ല മക്കളെ, പ്രേമമില്ല. പ്രേമം എങ്ങനെ ഉണ്ടാവുമെന്നറിയോ? നമ്മുടെ വിജയങ്ങളിൽ ഇതാ പ്രേമമുണ്ട്. അതിലാണ് നിങ്ങൾ ലക്ഷ്യം വെക്കേണ്ടത്. നമ്മുടെ വിജയങ്ങളിൽ നമ്മൾ വിജയിച്ച് മുന്നേറുമല്ലോ. അതിനാണ് പ്രേമം കാണേണ്ടത്. അല്ല അവൾ ഇച്ചിരി സുന്ദരിയാ, അവൾക്ക് ഇച്ചിരി മുഴുപ്പുണ്ട്, അല്ലെങ്കിൽ ഇവൻ ഇച്ചിരി മുഴുപ്പ്. ചില പെണ്ണുങ്ങൾ പറയുന്നു അവൻ്റെ ബോഡി കാണുമ്പോൾ അവൻ്റെ കുണ്ടി കാണുമ്പോൾ ഒരു അടി അടിക്കാൻ തോന്നുന്നു. പബ്ലിക്കിൽ നിന്ന് ചെറിയ കുട്ടികൾ 10ഉം 16ഉം വയസ്സുള്ള കുട്ടികളാണ് ഈ പറയുന്നത്. എന്തുമാത്രം ഈ കുട്ടികളെ ആ വീട്ടിൽ വളർത്തി എങ്ങനെ വെച്ചേക്ക് നോക്ക്. അത്രയ്ക്കും പബ്ലിക്കിൽ പറയാൻ ഒരു രീതിയിലാക്കി കുട്ടികളെ മാറ്റി. അപ്പം നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങളുടെ വിജയങ്ങളും മുന്നോട്ടുള്ള കാര്യങ്ങളും. നിങ്ങളൊരാണാണെങ്കിൽ പെണ്ണാണെങ്കിൽ നിങ്ങൾക്ക് അതെല്ലാം കിട്ടും. പ്രേമിക്കണമെന്ന് മാത്രം. പക്ഷേ അതിലൊരു ഇൻട്രസ്റ്റാണ്. ഒരു പ്രേമിക്കുന്നത് നല്ല സുഖമായിട്ടുള്ള പണ്ട് ഞാൻ പ്രേമിച്ചിരുന്നു. ഇന്ന് ആലോചിക്കുമ്പം എനിക്ക് നാണക്കേട് തോന്നുവാ. എന്തിനാണ് പ്രേമിച്ചതെന്ന്. ഒന്നുമല്ല നമ്മുടെ ടൈം വേസ്റ്റ്. ഞാൻ കുറച്ചുകൂടെ നല്ലതായിട്ട് പഠിച്ചിരുന്നെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് പഠിച്ചേനെ. എന്ന് വെച്ചാൽ ഞാൻ മണ്ടിയൊന്നുമല്ല. ഞാൻ നല്ല പഠിപ്പിലൊക്കെ ഒരു കുഴപ്പമില്ല. എന്നെ അറിയുന്നവർക്ക് നല്ലതായിട്ടറിയാം. കുറച്ച് നാൾ സ്കൂളിലൊന്നും പോവാതെ 10th ഞാൻ പാസ്സായ ആളാ. കൂടെയുള്ള പിന്നെ പഠിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. സ്കൂളിലൊന്നും അത്രയ്ക്കും പോകത്തില്ല. പക്ഷേ ഞാൻ അങ്ങനെ പോവാതിരുന്നിട്ട് 10th എഴുതി അന്നത്തെ കാലത്ത് നല്ല മാർക്കോട് പാസ്സായിട്ടുള്ള ആളാണ്. അപ്പം ഇന്നത്തെ കാലത്ത് അതുമല്ല ഞാൻ കുറച്ച് അനാഥത്വം ഉള്ള ഒരാളായിരുന്നു. പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ലൈഫിൽ. എനിക്കല്ല, എൻ്റെ കുടുംബത്ത്. ഒരച്ഛനും അമ്മയെന്ന് പറയുന്നവരുണ്ടല്ലോ ഭയങ്കര ടുക്കു ടുക്കു ടുക്കു. അതൊക്കെ എനിക്ക് ഓർക്കുമ്പോഴേ ദേഷ്യം വരുന്നുണ്ട്. അതൊക്കെ ഞാൻ മറന്നുപോയ അധ്യായങ്ങളാണ്. അപ്പം ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ പ്രേമിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യുക. പക്ഷേ തിരിഞ്ഞ് ചിന്തിച്ച് നോക്കണം. ഇനിയും പ്രേമമൊക്കെ ഒരു ചുമ്മാതൊരു കാര്യമായിട്ട് കാണുക. എന്ത് കാര്യമായിട്ട് കാണുമെന്നറിയോ? മനസ്സിനെ തളിരിതമാക്കും, മനസ്സിനെ ഇതാക്കും, അതാക്കും. വേറെ ഏതെങ്കിലും അതിനകത്ത് നോക്ക്. വേറെ എത്രയോ കാര്യങ്ങളുണ്ട്. അതിലോട്ട് നമ്മുടെ മനസ്സ് മുഴുവനും അതിലേക്ക് ലയിപ്പിച്ച് നോക്ക്. ലയിപ്പിച്ച് നോക്കുമ്പോൾ പ്രേമം ഒന്നുമില്ലാത്ത പോലെ തോന്നും. അല്ലെങ്കിൽ പ്രേമിച്ചിട്ട് കുറേ സമയം പ്രേമം കഴിയുമ്പോൾ കളഞ്ഞിട്ട് പോകും. പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് പോകും. അവരെ ഓപ്പോസിറ്റ് നിൽക്കുന്നവർ സൂയിസൈഡ് ചെയ്യേണ്ട ഒരു രീതിയിലാക്കി മാറ്റാതെ പോവാം, നമുക്ക് പിരിഞ്ഞു പോവാം. ഇതൊന്നുമില്ല. നമ്മുടെ അച്ഛനും അമ്മയും ആരെയും വേദനിപ്പിക്കണ്ട. ഞങ്ങൾ പിരിയുന്നു എന്നും പറഞ്ഞ് പിരിഞ്ഞു പോകും. അല്ലാതെ പെട്ടെന്നൊരു നിമിഷം ഒന്നുമില്ലാതെ ഞാൻ പോകുമെന്നും പറഞ്ഞ് പോയി പെണ്ണിനെയും കൊന്ന് ആണിനെയും കൊന്ന് 2 പേരും ചത്ത്. എന്തിനാണ് ഇങ്ങനെയൊക്കെ? അല്ലെങ്കിൽ എന്തുവാ പ്രധാനമായിട്ട് പ്രേമിക്കാതെ. അത് ഒരു പ്രേമം എനിക്ക് തോന്നിയത് പ്രേമത്തിനെക്കുറിച്ച് ഞാനൊരു എന്തോ പറയുന്നത് ഒരു ഓപ്പോസിറ്റോ അതിനെന്തോ വ്യവകലനോ എന്തോ ഏതോ ഒരു സാധനം ഉണ്ടല്ലോ, വ്യവകലനം അല്ലയോ അതല്ല സാധനം എന്തോ പര്യാദപദമോ എന്നൊക്കെ അതെന്തോന്ന് പറയും. ആ സാധനം ഞാൻ പറയുവാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ വിശപ്പിന് ഭക്ഷണം കഴിക്കുന്നു. നമുക്ക് വെള്ളം വേണം, വായു വേണം, പിന്നെ എന്താ പറയുന്നത് നമ്മുടെ
ആഗ്രഹ പൂർത്തീകരണങ്ങൾ പലതും വേണം. അതിലെ ഒരു കാര്യത്തിന് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എന്തോ പറയുന്നത് നമ്മളൊരു എന്ത് കാര്യം ആരംഭിച്ചാലും അതിന് നമ്മളിപ്പോൾ ഒരു പഠിക്കാൻ ഒന്ന് ആരംഭിച്ചാൽ പോലും ദക്ഷിണ കൊടുക്കും. അപ്പം നമ്മുടെ ഒരു ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി നമ്മൾ ഇടുന്ന ഒരു പേരാണ് പ്രേമം. അങ്ങനെ മാത്രമേ ഞാനിതിനൊക്കെ ഇന്നത്തെ കാലത്ത് കാണുന്നുള്ളൂ. അന്നത്തെ കാലത്തൊക്കെ ഞാനും അല്ലെങ്കിൽ ഞാനൊക്കെ പരിശുദ്ധമായിട്ടുള്ള പ്രേമമായിരുന്നു. ഭയങ്കര പരിശുദ്ധ പ്രേമമായിരുന്നു. എവിടെയോ ഇരുന്ന് അവൻ കാണുന്നുണ്ടായിരിക്കും. അവൻ അത്രയ്ക്കും പ്യുവറായിട്ടുള്ള ഒരുത്തനായിരുന്നു. നല്ല ഡീസൻ്റായിരുന്നു. നല്ല അച്ഛൻ്റെയും അമ്മയുടെയും മകനായിരുന്നു. അതുകൊണ്ട് നല്ല ഡീസൻ്റായി ബിഹേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ കാലം അതല്ല. ഇന്ന് ഒരു നോട്ടം, രണ്ടാമത്തെ നോട്ടം എന്നുള്ള നോട്ടമാവും. എന്നെക്കൊണ്ട് ഇതൊക്കെ പറയിക്കുന്നതല്ലേ. ഒരു ലൈവ് ഇടുന്ന എഫക്റ്റ് എനിക്കിന്ന് കിട്ടി. എനിക്കിങ്ങനെയൊക്കെ വന്നിരുന്നു തോന്നും. അയ്യോ 11 മിനിറ്റ് ഞാൻ പോവാ. ടാറ്റാ ബൈ 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 ബൈ.